നമുക്കിന്ന് ശാരദേച്ചിൻ്റെ ഒരു കവിത കേട്ടാലോ? ഞാൻ ശാരദേച്ചിൻ്റെ കവിത കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അതുപോലെ ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് ശാരദേച്ചിൻ്റെ കവിത കേൾക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം അപേക്ഷിക്കാനുണ്ട്. എൻ്റെ വീഡിയോകളൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഞാൻ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഈ വീഡിയോ ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം എൻ്റെ മോൻ 10ാം ക്ലാസ്സിലാണ് ഇപ്രാവശ്യം. ഓൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല വീഡിയോ ആയിട്ട്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് മോൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മോൻ്റെ പഠനത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ യൂട്യൂബ് തുടങ്ങിപ്പോയി. അപ്പോൾ അത് പാതിക്ക് വെച്ച് നിർത്താൻ പറ്റുന്ന പാതിക്ക് വെച്ച് അത് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ എന്നും ഉണ്ടാവണം. നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും നൽകണം. അത്രേ നിങ്ങളോട് അപേക്ഷിക്കുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ശാരദേച്ചിൻ്റെ കവിത കേൾക്കാം. ഞാൻ ബാലാമണി അമ്മയുടെ ഒരു കവിതയാണ് ചൊല്ലുന്നത്. കൂട്ടിലകപ്പെട്ട ഒരു പക്ഷിയുടെ ദീനരോധനമാണ്. എത്ര സ്വാതന്ത്ര്യമുണ്ടായാലും പക്ഷികൾക്കൊക്കെ കൂട്ടിൽ നമ്മൾ എന്ത് ഭക്ഷണം കൊടുത്താലും അവർ സ്വതന്ത്രമായി പറന്നു പോകാനുള്ള ഒരു വേദി ലഭിക്കണം. അതിൻ്റെ ഒരു ദയനീയമായ ഒരു വരികളാണ് ബാലാമണി അമ്മ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ഞാൻ ചൊല്ലുകയാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. സുപ്രഭാതമടുത്തു നഭസിലെ കുൽപ്പതിക്കുന്നു മാമക വർഗക്കാർ. കൊച്ചുപക്ഷിയാം ഞാനീ തമസിൽ താനിച്ചമാമി പുലർവെളിച്ചത്തിലും പഞ്ഞരത്തിൻ്റെ ചുറ്റഴി ഓരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു. മർത്യതൻ പരീലാളനാമൊന്നുമെന്നുൾത്തടത്തിനു ശാന്തിയെ നൽകിടാം. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. സുപ്രഭാതമടുത്തു നഭസിലെ കുൽപ്പതിക്കുന്നു മാമക വർഗക്കാർ. ശാരദേച്ചി എൻ്റെ ചാനൽ മാത്രമല്ല കുറേ യൂട്യൂബ് ചാനൽ ശാരദേച്ചി കവിതയായിട്ടും പാട്ടായിട്ടും അങ്ങനെ ശാരദേച്ചി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ശാരദേച്ചിനെ ക്ഷണിച്ചത്. അങ്ങനെ ശാരദേച്ചി അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിലേക്ക് ശാരദേച്ചി വന്നത്. നമുക്ക് ശാരദേച്ചിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. എനിക്കല്ലേ ശാരദേച്ചിനെ അറിയുള്ളൂ. നിങ്ങൾക്ക് ശാരദേച്ചി ആരാ എന്താ ഒന്നും അറിയില്ലല്ലോ. അത് നമുക്ക് ശാരദേച്ചി ഉടനെ നേരിട്ട് ചോദിച്ചറിയാം. ശാരദേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കവിതയൊക്കെ ഇപ്പോൾ നോക്കാതെ ഇങ്ങനെ ചൊല്ലുന്നത്, അപ്പോൾ നിങ്ങൾ കുട്ടിക്കാലം മുതലേ ഈ കവിത എങ്ങനെയാണ് പഠിച്ചത്? അല്ലെ സ്കൂളിൽ കലോത്സവത്തിന് പങ്കെടുക്കലുണ്ടോ അല്ല എന്താണ്? ഞാൻ ചെറിയ പ്രായത്തിൽ 8ാം ക്ലാസ് പിന്നെ 1ാം ക്ലാസ് മുതലേ ഞാൻ ചെറുങ്ങനെ കവിത പിന്നെ പാട്ടും പിന്നെ ഡാൻസും എല്ലാം കുറേശ്ശെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അന്നേരം സ്റ്റേജും 8ാം ക്ലാസ് 9ാം ക്ലാസ്സിനെല്ലാം പല പരിപാടികളിലും സ്കൂൾ യുവജനോത്സവത്തിനും സാഹിത്യ സമാജത്തിനുമൊക്കെ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ടെല്ലാം അതെല്ലാം നിർത്തിയ കൂട്ടത്തിലാണ്. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലും മറ്റും മറിച്ചെല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാമെന്നുള്ളൊരു തോന്നൽ കുറേ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പൊതുപ്രവർത്തകയായിരുന്നു. പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ പല രീതിയിലും പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനത്തിലുമെല്ലാം നല്ല രീതിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് കുറവാണ്. ഇപ്പോൾ ഇത്തരം പരിപാടിയിലാണ് ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പരിപാടിയിൽ പാടാനും പിന്നെ ഡാൻസ് കളിക്കാനും അതുപോലെ കവിത ചൊല്ലാനും എല്ലാം ഉള്ളൊരു വ്യഗ്രത എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഞാനീ പറഞ്ഞ എൻ്റെ പാട്ടിലോ അതുപോലെ തന്നെ കവിതയിലോ എന്തെങ്കിലും വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പോഴാണ് കുറേ കാലം ഇതെല്ലാം പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പരിപാടിയിൽ വീണ്ടും വന്നത്. അതുകൊണ്ട് എന്തെല്ലാം തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതെല്ലാം ക്ഷമിക്കണമെന്ന് ഒരു വിനീതമായൊരു അഭ്യർത്ഥനയാണ്. ശാരദേച്ചിനെ ഞാൻ പൊതുവെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയതും ഓരോ പാട്ടുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും പിന്നെ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലും ഓറെ നന്നായി ചെയ്യുന്ന ഒരാളാണ്.
ഇപ്പോൾ നമ്മൾ അറിയോ അത് നന്നായില്ല, അങ്ങനെ കുറ്റം പറയുന്നവരുണ്ടാവും. പക്ഷേങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ എനിക്ക് പോലും ഒരു ഡാൻസ് ചെയ്യാനോ അല്ലെ നന്നായിട്ട് ഓർമ്മിച്ച് പാട്ട് പാടാനോ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുപോലെ എല്ലാവർക്കും പറ്റുന്നവരുണ്ടാവും, പറ്റാത്തവരുണ്ടാവും. അപ്പോൾ ഈ പ്രായത്തിലും ചെയ്യുന്ന നമ്മളെ എന്താ പറയുക, നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഓർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവണം. കാരണം എല്ലാ പാട്ടുകളും കേൾക്കാൻ നിങ്ങളും എന്നെപ്പോലെ ആഗ്രഹിക്കണം. നമുക്ക് ഇതുപോലെ എന്താ പറയുക പ്രായമുള്ളവരെ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അവർ പ്രായമായി, അവരിനി പാടണ്ട, അവർ പാട്ട് കേൾക്കുന്ന നമുക്ക് ഇഷ്ടമല്ല എന്നൊരിക്കലും ആരും പറയാറ്. അവർ ഈ പ്രായത്തിൽ അവർക്ക് എന്തൊക്കെയോ തെറ്റുകൾ വരും. അത് നമുക്കിപ്പോൾ എന്താ പറയുക നന്നായി പഠിച്ചിട്ട് പോലും നമുക്ക് പോലും ഒരു ഓർമ്മ കിട്ടാത്ത കാലങ്ങളാണ്. നമുക്ക് തിരക്കിലും നമുക്ക് ഓർമ്മകളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ പ്രായത്തിൽ അവർ ഓർമ്മിച്ച് പാടുമ്പോൾ പല തെറ്റുകൾ വരുമ്പോഴും നമ്മളത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. എനിക്കതാണ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരോടും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് അതാണ്. ഞാൻ സ്വന്തമായി എഴുതിയ ഒരു കവിതയാണ്. ഞങ്ങൾ 1968-69 SLC ബാച്ചാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു കൂട്ടായ്മ 2016 ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലാവരും കഴിയുന്ന അവരവരുടെ കലാവാസന പ്രകടിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. നമ്മൾ 78 പേർ അന്ന് SLC എഴുതിയവരുണ്ടായിരുന്നു. അതിൽ ഒരു 10-20 പേർ മരണപ്പെട്ടുപോയി. ബാക്കി നമ്മൾ കുറച്ചാൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. കുറേ ആവശ്യന്മാരും കഴിയാത്തവരെല്ലാം, എന്നാലും കുറച്ച് പേരിങ്ങനെ പല പരിപാടിയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ചാരിത്ര പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രായമുള്ളവർക്ക് എന്തെങ്കിലും സഹായിക്കാനും രോഗികളെ സഹായിക്കാനും അങ്ങനെയുള്ള ഒരു ഫണ്ട് ശേഖരണം മുഖാന്തരം നമ്മൾ അവർക്ക് വേണ്ടുന്നെല്ലാം ചെയ്യുന്നുണ്ട്. അത് കഴിയുന്നതും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മറ്റും ഒക്കെ ഉണ്ട്. ഞാൻ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊരംഗമാണ്. അതുകൊണ്ട് അതിന് ഒരു കവിത സ്വന്തമായി ഞാൻ എഴുതിയൊരു കവിത ചൊല്ലുകയാണ്. ഓർമ്മകൾ. സ്കൂളിനെ സംബന്ധിച്ചാണ്. മയിലു സ്കൂളിലാണ്. മയിലു സ്കൂൾ 1951 എസ്റ്റാബ്ലിഷ് ആയതാണ്. 1953 എൻ്റെ ജനനം. അതിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ ചേരുകയും പഠിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ആ സ്കൂളിനെ സംബന്ധിച്ചും ആ ക്ലാസ് റൂമിനെ സംബന്ധിച്ചുമാണ് ഒരു കവിത ഞാൻ എഴുതിയത്. ഈ കവിതയിലും വല്ല അലമ്പോ അലവസരമോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കവിത ചൊല്ലട്ടെ. കാലം മതിലുകൾ കെട്ടി മറച്ചരാ വിദ്യാലയത്തിനകത്ത് എൻ പാദങ്ങൾ ചടുലമായി പതിഞ്ഞാരാ നിമിഷത്തിൽ ഓർമ്മതൻ പ്രാവുകൾ കുറുകിയൻ ഹൃദയത്തിനറകളിൽ പുള്ളിപ്പാവാടിയിട്ട പെൺകുട്ടിയോടി അണയുന്നിതാ. നെഞ്ചോട് ചേർത്ത പുസ്തകക്കെട്ടുമായി വരാന്തയിലെത്തി തിരിഞ്ഞു നോക്കി. കാൽപാദങ്ങൾ പതിഞ്ഞ അടയാളങ്ങൾ സ്പഷ്ടമായി തെളിഞ്ഞു വന്നു. മുറ്റം നിറയെ നെല്ലിമരത്തിന്മേൽ നേരിയ ഇലകളിൽ ഇളങ്കാറ്റ് കുസൃതിയാൽ തട്ടവേ വ്യർത്ഥ മുഖങ്ങളിൽ തണുപ്പ്. ക്ലാസുമുറികളിൽ കലവില കൂട്ടി കളിക്കുന്നതോർത്ത് മാഷിൻ്റെ വരവിൽ പൊടുന്നനവേ നിശബ്ദമായി ക്ലാസുമുറിയിൽ നീണ്ട മണിനാദം ശ്രമിക്കുന്ന മാത്രയിൽ ക്ലാസ് വിട്ട് ഓടുന്ന ധൃതിയിൽ കൂടണയുന്ന വിഗ്രമാം ചിന്തയിൽ ചിന്നിച്ചിതറി വീണ്ടും നിശബ്ദമായി വിദ്യാലയം. ഓർമ്മകൾ തുടിച്ചു വരികയായിരുന്നു. പിന്നിൽ നിന്നാരോ എൻ്റെ പേർ വിളിച്ചു. നരവീണ നിരവധി മുഖങ്ങൾ പിന്നിൽ മിഴികളിൽ ചിന്തയിൽ ഒരേ കാഴ്ചയായുള്ളവർ. കാലത്തിൻ്റെ ചെപ്പിൽ ഓർമ്മകൾ തിരിഞ്ഞ് കൂട്ടമായി അണയുന്നു. വിദ്യാലയ തിരുമുറ്റത്ത് കാലം കരുതി വെച്ച സൗഹാർദ്ദവുമായ ആഹ്ലാദം തിരുതല്ലും ഹൃദയത്തിൻ്റെ ഉടമകൾ അപ്പോൾ അല്പം അകലെയായി. പൊളിഞ്ഞൊരാ മുറിയുടെ ഉള്ളിലായി മഷിപ്പേനയിൽ നിന്നു തീർന്ന അക്ഷരങ്ങൾ ചിത്രം വരച്ചരാ മേശകൾ വികലമായ ശരീരത്തോടെ നമ്മെ നോക്കി വിളുമ്പുന്നു. കാലം മതിലുകൾ കെട്ടിച്ചമച്ചരാ വിദ്യാലയത്തിനുള്ളിൽ എൻ പാദങ്ങൾ ചടുലമായി പഴുതഞ്ഞൊരാ നിമിഷത്തിൽ ഓർമ്മതൻ പ്രാവുകൾ കുറിയൻ ഹൃദയത്തിനുള്ളിൽ.
ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേര് കാൽപ്പാടുകളാണ്. കാൽപ്പാടുകൾ 69 അതാണ് അതിൻ്റെ പേര്.